പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ അനധികൃത താമസമെന്നാരോപിച്ച് ആയിരക്കണക്കിന് ക്രൈസ്തവ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ നീക്കം. നഗരസഭ അധികൃതരായ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയ വാക്കാലുള്ള ഒഴിപ്പിക്കൽ നിർദ്ദേശം 25,000-ഓളം വരുന്ന സാധാരണക്കാരായ വിശ്വാസികളെയാണ് പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുന്നത്. സെക്ടർ H9/2 റിംഷ കോളനി, സെക്ടർ G7 ഷർപ്പർ കോളനി, അക്രീം ഗിൽ കോളനി എന്നിവിടങ്ങളിലെ താമസക്കാരാണ് പ്രധാനമായും ഭീഷണി നേരിടുന്നത്. 10 വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്ന ഇവർ നഗരത്തിലെ ശുചീകരണ തൊഴിലാളികളും വീട്ടുജോലിക്കാരും നിർമ്മാണ തൊഴിലാളികളുമാണ്. 2012 വ്യാജമതം എന്ന കേസിൽ അകപ്പെട്ട റിംഷ മസീഹ് എന്ന ക്രൈസ്തവ പെൺകുട്ടിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തന്നെ അനുവദിച്ചിടമാണ് റിംഷ കോളനി. അന്ന് അഭയം നൽകിയ അധികൃതർ ഇന്ന് തങ്ങളെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്തി പുറത്താക്കുന്നത് വലിയ വഞ്ചനയാണെന്ന് കമ്മ്യൂണിറ്റി നേതാക്കൾ ആരോപിക്കുന്നു. പാവപ്പെട്ട തൊഴിലാളികൾക്ക് മാന്യമായ പുനരധിവാസം നൽകാതെ ഒഴിപ്പിക്കുന്നത് കടുത്ത വിവേചനമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. തുച്ഛമായ വരുമാനത്തിൽ കഴിയുന്ന ഈ കുടുംബങ്ങൾക്ക് പുതിയൊരു വീട് കണ്ടെത്തുക അസാധ്യമാണ്. മതപരമായ കാരണങ്ങളാൽ ക്രൈസ്തവർക്ക് വാടക വീടുകൾ ലഭിക്കുന്നതിലെ വിവേചനം ഇവരെ വീണ്ടും തെരുവുകളിലേക്ക് തള്ളിവിടും. ചേരി നിവാസികളെ പുനരധിവസിപ്പിക്കാതെ ഒഴിപ്പിക്കുന്നത് 2015 പാകിസ്ഥാൻ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നിരോധിച്ചിട്ടുള്ളതാണ്. കൂടാതെ ഇവിടുത്തെ താമസക്കാർക്ക് സർക്കാരിന്റെ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകളും വോട്ടവകാശവും വൈദ്യുതി കണക്ഷനുകളും നിലവിലുണ്ട്. ഇതിവരുടെ താമസം അനധികൃതമല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഞങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ടാണോ ഇത്രയും ക്രൂരത? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ കിടന്നുറങ്ങും എന്ന അൻവർ മസീഹിനെ പോലെയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അധികൃതർ മൗനം പാലിക്കുകയാണ്. 25,000-ഓളം വരുന്ന ജനതയെ വഴിയാധാരമാക്കുന്നതിന് മുൻപ് മാനുഷികമായ പരിഗണനകൾ നൽകണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടു.